ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സ്വന്തത്തെ വീഡിയോ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന തമിഴ്നാട് ഗവൺമെൻറ് പുതിയൊരു ഇനിഷ്യേറ്റീവ് അവരെ ഈ പറയുന്ന സ്കൂൾ സെഗ്മെൻറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ക്ലാസ് റൂം സെഗ്മെൻറ്റിൽ അവർ ഈ പറയുന്ന ക്ലാസ് റൂമിൽ കുട്ടികളെ ഇരുത്തുന്ന രീതി ഒരു റീ അറേഞ്ച്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റും വീഡിയോസൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പുതിയ ക്ലാസ് റൂം റീ അറേഞ്ച്മെൻറ്റിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ അതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണെന്ന് പറയാനായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഈ ഗവൺമെൻറ് സ്കൂളിലൊക്കെ കണ്ടുവരാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളല്ല ഇപ്പോഴും മിക്ക സ്കൂളിൽ ഇപ്പോൾ നടന്നു വരാറുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രൈവറ്റ് സ്കൂൾ ഞാൻ മതിയാക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് സ്കൂളിലല്ല ഞാൻ പഠിച്ചത്. ഞാൻ പഠിച്ചത് ഗവൺമെൻറ് സ്കൂളാണ്. 1ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ഞാനും ഗവൺമെൻറ് സ്കൂളാണ് പഠിച്ചത്. സോ ഗവൺമെൻറ് സ്കൂളിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എനിക്കറിയാം. പിന്നെ ഇപ്പോൾ ഞാൻ ഈയിടയ്ക്കായിട്ട് ഇപ്പോൾ നമ്മൾ PSC പരീക്ഷയൊക്കെ എഴുതുമ്പോഴത്തേക്കും അപ്പോഴും നമുക്കറിയാൻ പറ്റും ഗവൺമെൻറ് സീറ്റിലുള്ള എങ്ങനെയാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എന്നൊക്കെ. സോ ഈ ഒരു പുതിയ തമിഴ്നാട് ഈ ഒരു ഇനിഷ്യേറ്റീവ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഈ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ അവർക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലൂടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി പഴയ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് റോ, മിഡിൽ റോ, ബാക്ക് റോ ബൈ റോ ആണ് കുട്ടികൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടീച്ചർമാരെ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർമാർ ഫ്രണ്ടിലോട്ട് വന്നേ സംസാരിക്കാറുള്ളൂ. ഈ ഒരു ഇതായിരിക്കും സംസാരിക്കുന്നത്. ചുരുക്കം ചിലർ മാത്രമേ ഈ പറഞ്ഞ കുട്ടികളുടെ ഇടയിലോട്ട് വരാറുള്ളൂ. അത് ഒരു 70% വരാറില്ല, 30% മാത്രം, ചുരുക്കം ചിലർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സംസാരിക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീച്ചർ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഏറ്റവും ബാക്കിലുള്ള ആൾക്ക് കേൾക്കണമെന്നില്ല. മാത്രമല്ല ഏറ്റവും വേഗത്തിലുള്ള ആൾക്ക് ഇപ്പോൾ നോർമൽ ബാക്ക് ബെഞ്ചർ ഇതുവരെ തന്നെ ഉഴപ്പന്മാർക്ക് എന്തുകൊണ്ടാണ് ആവുന്നത്? അത് അവരായിട്ട് ആവുന്നതല്ല. നോർമലി അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ക്ലാസ് റൂമിൽ വരുന്നത്. പക്ഷേ പലപ്പോഴും അവർക്ക് കിട്ടേണ്ട കെയർ കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടീച്ചർമാരെ ഫ്രണ്ടിൽ സംസാരിക്കും, ചിലപ്പോൾ ഈ പറഞ്ഞ ബാക്ക് ബെഞ്ചേഴ്സിലുള്ളവർക്ക് കേൾക്കണമെന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം വന്ന് ഈ പറഞ്ഞ ചോദ്യങ്ങളും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി കാണണമെന്നില്ല. സോ അത് ഈ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മാക്സിമം അവർ ഒഴിഞ്ഞ് മാറാറുണ്ട്. പിന്നെ അവർക്ക് വേറൊരു പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കുട്ടികളെ കളിയാക്കുമെന്നുള്ള പേടി. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചിട്ട് പോയത് എനിക്ക് ഇന്നലെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് തിരിച്ച് ടീച്ചർ അതിൻ്റെ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറിന് ഫ്രസ്ട്രേറ്റഡ് ആകുമെന്നുള്ള ആ ഒരു പേടി. ഇങ്ങനെ പല പേടികളും ഈ പറയുന്ന ആൾക്കാരുണ്ട്. സോ ഈ പല പേടികൾ വെച്ചുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ പലർക്കും ഈ പറഞ്ഞ ഉഴപ്പന്മാരെന്നുള്ള പേര് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ ഉഴപ്പന്മാരായിട്ട് നിങ്ങൾ കാണരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള കെയർ കിട്ടിയിട്ടില്ല. അതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞു വെച്ചാൽ. അവർക്ക് ചോദിക്കാനുള്ള അകത്തുണ്ട്, അവർക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷേ അത് ചോദിക്കാനുള്ള പേടി അവർക്കുണ്ട്. സോ ഇതിൽ നിന്ന് ഒരു മുക്തി എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു അറേഞ്ച്മെൻ്റ് ആകുമ്പോൾ ടീച്ചർമാർക്ക് ഇത്രയും ഡിസ്റ്റൻസിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. സെൻറ്ററിൽ നിന്ന് നിൽക്കാൻ പറ്റും. ടീച്ചർ നിന്നിട്ട് ഫുൾ സർക്കിൾ ആകുമ്പോഴത്തേക്ക് ഇത് തൊട്ട് കറക്റ്റായിട്ട് നമുക്ക് കറങ്ങി ഓരോ ആൾക്കാരെയും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ്. കാരണം ഇതൊക്കെ മുമ്പ് വരേണ്ടതായിരുന്നു. ഇപ്പോഴാണ് റീസെൻ്റായിട്ട് അവർ പരീക്ഷിക്കാൻ പോകുന്നതെന്നാണ് അറിഞ്ഞത്. എങ്കിലും ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. കാരണം ഞാനൊക്കെ പഠിച്ചിരുന്നപ്പോഴത്തേക്ക് ബാക്ക് ബെഞ്ചിലാണ് കിടന്ന് ബാക്ക് ബെഞ്ച് എന്ന് വെച്ചാൽ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഈ പറഞ്ഞ സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ഒരു പേടി, കാരണം ഈ ഒരു പേടി നമ്മൾ മാറ്റിയെടുക്കാന്ന് വെച്ചാൽ ഇതുപോലത്തെ സർക്കിൾ ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ ഒരു ഒട്ടുമിക്കത്തുള്ള എല്ലാ പേടിയും മാറി. ഈ പറഞ്ഞ ഉഴപ്പന്മാരെ എണ്ണവും കുറയും. കാരണം എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം കാരണം പലപ്പോഴും ഈ പറഞ്ഞ വോയിസിൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്യൂ കാരണമായിരിക്കും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത. മാത്രമല്ല ഇത്രയും അടുത്ത് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും, കാരണം എല്ലാ കുട്ടികളും അങ്ങനെ എക്സ്പോസ് ആവുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ബാക്കിൽ നിന്ന് ഉറങ്ങിയാലും ഇല്ലെങ്കിൽ നമുക്ക് ടീച്ചർമാർ കണ്ടുപിടിക്കാൻ പറ്റില്ല പെട്ടെന്ന്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർമാരുടെ ശ്രദ്ധ എല്ലാവർക്കും കിട്ടും. ഫ്രണ്ടിൽ ഇങ്ങനെ സർക്കിളായിട്ട് ഇരുത്തുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ കെയറും കിട്ടും, എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുകയും ചെയ്യും, എല്ലാവർക്കും ഒരുപോലെ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിൽ സ്പോർട്സിന് ക്ലിയറും ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ സർക്കിൾ രൂപത്തിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓരോ കുട്ടികൾക്കും അതിൻ്റേതായ കെയർ നമുക്ക് കിട്ടുന്നുണ്ടാവും. മാത്രമല്ല ഈ പറഞ്ഞ ഉഴപ്പന്മാരെയും അതുപോലെ ഈ ഉഴപ്പന്മാരെ ഇതോടെ തന്നെ നമുക്ക് നിർത്തിക്കാനും പറ്റും. കാരണം എല്ലാവർക്കും ഒരുപോലെ കെയറും കിട്ടും, എല്ലാവർക്കും ഒരുപോലെ ഡൗട്ട്സും ക്ലിയർ എല്ലാം മനസ്സിലാക്കാനും പറ്റും.